സുപ്രഭാതം ഗായ്സ്, ഗുഡ് മോർണിംഗ്. സമയം 5:30 ഞാൻ ഇന്ന് 5 മണിക്ക് ഇറങ്ങിയ. സാധാരണ 5:30 ഇറങ്ങുള്ളത് 5 മണിക്ക് ഇറങ്ങി. അപ്പം അങ്ങനെ അധികം ലൈറ്റൊന്നും വന്നിട്ടില്ല. പൊട്ടി വിടരുന്ന ഒരു സീനാണ് ഇപ്പോൾ ഇത്, സൂര്യൻ. അപ്പം അങ്ങനെ സൂര്യൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ നല്ലൊരു ക്ലൈമറ്റിൽ, ചൂടില്ലെന്ന് ഉഷ്ണം കുറച്ച് വളരെ കുറവാണ് ഇന്നലത്തേനും. അപ്പോൾ നല്ലൊരു സുഖമുണ്ട്. ഓക്കെ, ഒരു ചെറിയ നല്ലൊരു ന്യൂസും ഉണ്ട്, അപ്ഡേറ്റും ഉണ്ട്. എന്നെ പറ്റിയിട്ടല്ല, പക്ഷേ ഇത് ബേസിക്കലി നമ്മുടെ ആംനസ്റ്റിയുടെ അപ്ഡേറ്റാണ്. ഇന്നലെ ടിക്ടോക്കിലും പിന്നെ കുറേ സോഷ്യൽ മീഡിയ ചാനൽസിലും നമ്മുടെ ആംനസ്റ്റിനെ പറ്റി വന്നിരുന്നു. അപ്പോൾ ആംനസ്റ്റി ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. 29 ആയി, ഇന്ന് 31. 1-ാം തീയതി മുതൽ ആംനസ്റ്റി തുടങ്ങും. അപ്പോൾ മേജർ ജനറൽ ഒബൈദ് മുഹേർ ബിൻ സുറൂർ ആൾ ഇന്നലെ കൺഫേം ചെയ്തു, ആംനസ്റ്റി പ്രോഗ്രാമിൽ വിസിറ്റ് വിസയും പിന്നെ റെസിഡൻസ് വിസയും എക്സ്പയർ ആയ ആൾക്കാർ വരെ അവർക്കൊക്കെ എല്ലാവർക്കും ഇത് ആംനസ്റ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആദ്യം പറയില്ല, വിസിറ്റ് വിസയുടെ എനിക്ക് അധികം ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ള ആൾക്കാരും അവരുടെ ഓവർസ്റ്റേ എന്ന് വെച്ചാൽ അതും സീറോയിൽ, കംപ്ലീറ്റ് സീറോയിലാണ് അവർക്ക് ഫൈൻ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൂടി അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാനിൻ്റെ കാര്യം, ബാൻ ഇല്ല എന്നാണ് പറയണതിൽ. അപ്പോൾ അത് വേറൊരു ഗുഡ് ന്യൂസാണ്. ഞാൻ കേട്ട ന്യൂസാണ്, ഖലീജ് ടൈംസിലും വന്നു, ആർക്കും ഇതിൽ ബാൻ കിട്ടൂല. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് എന്താണ് പറയുക, റെഗുലറൈസ് ചെയ്യാനുള്ളതാണ് ഈ ആംനസ്റ്റി പ്രോഗ്രാം. ബേസിക്കലി സാധാരണ ആംനസ്റ്റി വരുമ്പോൾ അവർ ബാൻ ചെയ്തിട്ട് പുറത്താക്കും, 1 കൊല്ലത്തെ അല്ലെങ്കിൽ 5 കൊല്ലത്തെ ബാനൊക്കെ ആയിരിക്കും പണ്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ റെഗുലറൈസ് ചെയ്യുക, നിങ്ങളുടെ വിസ റെഗുലറൈസ് ചെയ്യുക. നിങ്ങൾക്കിവിടെ നിൽക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജോലിയുടെ വേറെ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഓഫർ ലെറ്റർ എവിടെ നിന്നാണോ ആ ഓഫർ ലെറ്റർ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് വിസ അടിക്കാം. മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് വിസ വേണമെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അതും 7,000-8,000 ദിർഹം വരും അതിനും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ പൈസ എന്ന് വെച്ചാൽ അതും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് പിന്നെ വിസിറ്റ് വിസ എടുത്തിട്ട് തിരിച്ച് വരാൻ പറ്റും. പക്ഷേ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരാൻ പിന്നെ പറയാൻ പറ്റില്ല അവർ തിരിച്ച് വരാൻ പറ്റില്ല എന്ന്. അവർ പറഞ്ഞു ബാനില്ലാന്ന്, പക്ഷെ എന്നാലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നിൽക്കാൻ ഉള്ള താല്പര്യമുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ തന്നെ നല്ലൊരു ജോലി നോക്കി അവരുടെ ഓഫർ ലെറ്റർ വേണം. ഏതാ കമ്പനി നിങ്ങൾക്ക് ജോലി തരുന്നത് ആ ഓഫർ ലെറ്ററുമായിട്ട് ആംനസ്റ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് അവരുടെ ആപ്ലിക്കേഷൻ അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിസ അടിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറേ ആൾക്കാർ ഏജൻറ്റുമാരുടെ ത്രൂ ആണ് പോണത്. ഇതിൽ ഏജൻറ്റിൻ്റെ ത്രൂ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഭായ്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ നേരെ നിങ്ങൾ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക. കുറേ ആൾക്കാർ ഇതും പറയണ്ടായിരുന്നു, ടെൻറ്റ് വെച്ചിട്ടുണ്ട്, അബുദാബിയിൽ ടെൻറ്റ് ഉണ്ട്, ദുബായിൽ ടെൻറ്റ് ഉണ്ട് ആംനസ്റ്റി പ്രോഗ്രാമിന്. ഞാൻ കുറേ പാകിസ്ഥാനി ചാനൽസാണ് കണ്ടത്, അതിലാണ് അവർ പറഞ്ഞത്. ഞാൻ പറയണത് സൂക്ഷിക്കുക, അങ്ങനെ ഒരു ടെൻ്റ് ഒന്നുമില്ല. പണ്ടുണ്ടായിരുന്നു ആംനസ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടെൻ്റ്, അത് 2008 ഇപ്പം അങ്ങനെ ഒന്നുമില്ല. അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കയറ്റി അയക്കലായിരുന്നു. ടെൻ്റ് ഒന്നുമില്ല, നേരെ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക, ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക. അവരുടെ തന്നെ സിസ്റ്റത്തിൽ എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും ഉണ്ട്, എല്ലാതും ഉണ്ട്. മെയിൻ കാരണം ഇത് കാരണം കുറേ ആൾക്കാർ പെടുന്നുണ്ട്. പൈസ വെറുതെ ഫൈൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പൈസ കൊടുത്തവരുണ്ട്. ഇങ്ങനെ പെട്ടുപോയി പാവങ്ങൾ. ഒന്നാമത്തത് പൈസ ഇല്ല, അതിൻ്റെ മുകളിൽ കൂടെ അവരെ ഊറ്റാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്ലീസ് ശ്രദ്ധിക്കുക. നമ്മുടെ മലയാളികളും ഉണ്ടായില്ല, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, വേറെ എനിക്ക് ഒരു നാഷണാലിറ്റീനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഇവിടെ കുറേ സ്കാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ വേറൊരു കാര്യം, മെയിൻ കാര്യം, പേടിക്കരുത്. കുറേ കാര്യങ്ങൾ ഈ ഫിയർ കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഈ പ്രോബ്ലംസിൽ പെട്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കരുത്, നമ്മൾ നേരെ പോവാം. നിങ്ങളുടെ എത്ര കൊല്ലം ഫൈൻ വന്നോട്ടെ. ഇപ്പോൾ എൻ്റെ തന്നെ കണ്ടില്ല, 3 കൊല്ലമായി ഞാൻ എക്സ്പയർ ആയിട്ട്. പക്ഷേ ഞാൻ എമിഗ്രേഷനിൽ പോയി, ഡയറക്റ്റ്ലി ഞാൻ എമിഗ്രേഷനിൽ പോയി. അവരെന്നെ പിടിച്ചിട്ട് ഉള്ളിൽ ഇട്ടൊന്നുമില്ല. അവർക്കറിയാം പാൻഡമിക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ, ചിലർ ബിസിനസ് പൊളിഞ്ഞവരുണ്ട്, ചിലർ അവരുടെ ജോലി പോയിട്ട് ജോലി കിട്ടാത്തവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. അപ്പോൾ 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ടൈപ്പിംഗ് സെൻറ്ററും എല്ലാതും, നമ്മൾ മാത്രമല്ല, എത്ര നാഷണാലിറ്റി ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കേണ്ടതെന്നറിയോ. അപ്പോൾ സൂക്ഷിക്കുക, പെടരുത്. മറ്റേ ഏജൻസും ഇതിനായിട്ടൊന്നും പെടരുത്. അവരുടെ ഇടയിൽ നമ്മൾ പോകാനേ പാടില്ല. നേരെ ഡയറക്റ്റ്ലി ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക,
അവരെ അപ്ലിക്കേഷൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടി വന്നാൽ ഒരു 10-50 ദിറം അല്ലെങ്കിൽ 100 ദിറം മാക്സിമം ഇത് ചിലവാക്കേണ്ടി വരും ടൈപ്പിംഗ് സെൻറ്ററിൽ. എനിക്ക് തോന്നുന്നില്ല അതിന് കൂടുതലാവുമെന്ന്. ബാക്കി എല്ലാതും ഗവൺമെൻറ് UAE ഗവൺമെൻറ് അത് റദ്ദാക്കിയിട്ടുണ്ട്, സീറോ ആക്കി എല്ലാവർക്കും. ഒരു പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ പ്രോഗ്രാം ഉള്ളത് സെപ്റ്റംബർ 1 മുതൽ നവംബർ 31 വരെയാണ്. സെപ്റ്റംബർ 1 മുതൽ നവംബർ 30. അപ്പോൾ 2 മാസമാണ്. 30-31 തീയതി നവംബർ എത്രയാണ് മാസം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നവംബർ 30 31 വരെ ഉണ്ട് ഈ പ്രോഗ്രാം. 2 മാസം. ആ 2 മാസമുള്ളിൽ നിങ്ങളുടെ കേസും എല്ലാതും മാറ്റിക്കഴിഞ്ഞിട്ട്, കേസ് എന്ന് വെച്ചാൽ കേസ് ആദ്യം ക്ലിയർ ആക്കുക, സിസ്റ്റത്തിന് ക്ലിയർ ആക്കുക, പിന്നെ ആംനസ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് ആംനസ്റ്റി ക്യാൻസൽ ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ കാനഡയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബിൽ സജഷൻ വരുന്നുണ്ട് കനേഡിയൻ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ്. എന്നുവെച്ചാൽ കനേഡിയൻ മലയാളി വ്ളോഗേഴ്സ്. അതിൽ കുറേ മലയാളി വ്ളോഗേഴ്സിൻ്റെ ഞാൻ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് വരാറുണ്ട്. കാരണം അവർ കുറേ ഇതിൽ പറഞ്ഞു ഇന്ത്യൻസിന് സിവിക് സെൻസ് ഇല്ല. അവരും ഇന്ത്യൻസാണ്, പക്ഷെ അവർ നല്ല സിവിക് സെൻസ് ഉള്ളവരാണ്. പക്ഷേ ഇന്ത്യൻസിന് സിവിക് സെൻസ് ഇല്ല. നമ്മുടെ മലയാളികൾ ആണ് കൂടുതൽ സിവിക് സെൻസ് ഉള്ളവർ, പിന്നെ നോർത്ത് ഇന്ത്യൻസിനില്ല. എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും കാനഡയിൽ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കാരണം നമ്മുടെ ഇന്ത്യൻസ് എല്ലാ ഭാഗത്തും ഇഷ്ടം പോലെ, നമ്മളുടെ പോപ്പുലേഷൻ അത്രയുണ്ട്. പക്ഷെ നമ്മളെ പറ്റിയിട്ട് തന്നെ നമ്മൾ തെറ്റ് ആയിട്ട് വ്ളോഗ് ഇടുമ്പോൾ അത് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിനെ ചെറുതാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ രാജ്യത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ആൾക്കാർ സ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് എനിക്കറിയാം ഇല്ലിട്രേറ്റ്സ് ആണ്. കാരണം ഇല്ലിട്രസി ലെവൽ മാത്രമല്ല, അവിടെ പോവർട്ടി കൂടുതലാണ്. മനസ്സിലായില്ലേ? പോവർട്ടി കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഇല്ലിട്രസി. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളം ആക്ച്വലി കാലിയാണ്. കേരളത്തിലുള്ള എല്ലാവരും ഇപ്പോൾ ഗൾഫിലും മിഡിൽ ഈസ്റ്റിലും അവിടെ ഒക്കെയാണ്. പിന്നെ കാനഡ, US അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മളുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പുറത്താണ്. പക്ഷേ നോർത്തിൽ അങ്ങനെയല്ല. നോർത്തിൽ പോവർട്ടി കൂടുതലാണ്. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ രാവിലെ ഇവിടെ നിന്ന് നടന്നു പോകുമ്പോൾ 5 മണിക്ക് നടന്നു പോകുമ്പോൾ കണ്ടൊരു ക്ലിപ്പാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാം. രാവിലെ സമയം 5:15. അത് കണ്ടോ, അതാണ് ഫുള്ള് നമ്മളുടെ ഇന്ത്യൻ ലേബേഴ്സ്. ബംഗാളി ആയിരിക്കും, പക്ഷെ കൂടുതലും ഇന്ത്യൻസ് അതിൽ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ കണ്ട ഇത്രയും ലേബേഴ്സ് കൂടുതലും പറഞ്ഞത് നോർത്ത് ഇന്ത്യ എന്നാണ്. നമ്മുടെ മലയാളികൾ എത്രയുണ്ട് ഇങ്ങനത്തെ കൂലിപ്പണിക്ക് ചെയ്യാനുള്ളവർ? വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? വളരെ ചുരുക്കം. കൂടുതലും ഈ ആൾക്കാർ അവരുടെ പാടവും സ്ഥലങ്ങളും ഒക്കെ വിറ്റിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു വിസ എടുത്തിട്ട് ജോലി ചെയ്യണത്. 500, 700, 900 ദിറത്തിന് വേണ്ടി മാത്രം മാസം. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, എനിക്ക് ആരെയും അവരുടെ പേര് പറഞ്ഞിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് അപ്പിയിടുന്നു, അത് കുഴിച്ചു മൂടുന്നു, അങ്ങനെ പലതും. പക്ഷേ അതിൻ്റെ പ്രൂഫായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൾക്കാർ കുറച്ച് വെള്ളക്കാരങ്ങനെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ ചിലർ ചെയ്യണം. പക്ഷേ ഒരാൾ പറഞ്ഞു, 2 ആൾ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നമ്മൾക്കങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ല. ഈ 5 പേരിൽ സെയിം അല്ല. പല ആൾക്കാരും പല രീതിയിലുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാർ ഇവിടെ ദുബായിലെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ നല്ല ഡ്രസ്സ് ഇടണം, റിവീലിംഗ് ക്ലോത്ത്സ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ എത്ര ഇംഗ്ലീഷുകാരെ പിടിക്കുന്നുണ്ടെന്നറിയോ? ഡെയിലി ബീച്ചിൽ കിസ് ചെയ്യുക, പല അപമര്യാദകളും ചെയ്യുക, പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അത് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കംപ്ലയിൻറ്റ് ചെയ്യും, അവരുടെ എംബസി വരും. നമ്മളുടെ എംബസി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് അല്ല, അതുകൊണ്ട് സ്ട്രോങ്ങും അല്ല. ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ആൾക്കാരെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ചെറുതാക്കി കാണിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ ഇപ്പോഴും താഴ്ത്തി കാണിക്കുന്നുണ്ട് ഇപ്പം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രശ്നം, സിവിക് സെൻസ് ഇല്ലാതെ അവർ കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഈ വിവരമില്ലാത്ത ആൾക്കാർ കാരണം നിങ്ങളവിടെ കാനഡയിൽ 5-6 കൊല്ലമായിട്ട് താമസിക്കുന്നതുകൊണ്ട്, നിങ്ങൾ സെറ്റിലായതുകൊണ്ട് അത് നിങ്ങൾക്കും പ്രശ്നമാണ്. കാരണം എല്ലാ ഇന്ത്യക്കാരെയും അവർ
അങ്ങനെ നോക്കേണ്ടത്. അതാണ് അവരുടെ പ്രശ്നം. അവരെല്ലാം ഇന്ത്യക്കാരെ എഗൻസ്റ്റ്, പക്ഷേ എല്ലാ ഇംഗ്ലീഷുകാരും എല്ലാ ഇന്ത്യക്കാരും അങ്ങനെ നോക്കണില്ല. അതിലും ഡിഫറൻസസ് ഉണ്ട്. ചില ഇംഗ്ലീഷുകാരുള്ളൂ അങ്ങനെ ചെയ്യണവർ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നിങ്ങൾ എത്ര കനേഡിയൻ ആയാലും, എത്ര വലിയ പാസ്പോർട്ട് കനഡൻ്റെ എവിടുത്തെ പാസ്പോർട്ട്, UK പാസ്പോർട്ട് കിട്ടിയാലും ഈ നിറം ഉണ്ടല്ലോ, ഈ നിറം വെച്ച് നിങ്ങളെ ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ചെയ്ത് കൊല്ലും. ഞാൻ തന്നെ ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷുകാരെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഞാനൊരു DJ ആയിരുന്ന സമയത്ത്, ക്ലബ്ബിൽ പോയ സമയത്ത് ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷുകാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ എത്ര വലിയ കനേഡിയൻ പാസ്പോർട്ട് US പാസ്പോർട്ടും വെച്ചിട്ട്, മലയാളി ആയാലും ശരി, ഇന്ത്യക്കാരനായാലും ശരി, കനേഡിയൻ പാസ്പോർട്ട് US പാസ്പോർട്ട് ഉണ്ടായാലും നിങ്ങളുടെ ഫേഷ്യൽ, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ രീതി, നിങ്ങളുടെ സ്കിൻ ഉണ്ടല്ലോ, അതിൽ കൂടെ തന്നെ അവർ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യൻസ് എങ്ങനെ അവിടെ എത്തി അതൊന്ന് ആലോചിക്കുക. എൻ്റെ ഭായ്, നിങ്ങൾ ഇങ്ങനെ നമ്മളെ ആൾക്കാരെ പറ്റിയിട്ട് ഇത്രയും താഴ്ത്തി കാണിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ. 1947 മുമ്പ് ഇംഗ്ലീഷുകാർ നമ്മളുടെ രാജ്യം എത്ര കൊല്ലം ഭരണം ചെയ്തു. അവർ കാലാപാനി സിനിമ കണ്ടു നോക്കുക, അതിൽ മനസ്സിലാക്കാം നമുക്ക്. മോഹൻലാലിൻ്റെ സിനിമയാണ് കാലാപാനി. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാലിന്യം വരെ തെറ്റിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ആൾക്കാരെ. നമ്മുടെ ഇവിടുന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർ മോഷ്ടിച്ച് കൊണ്ടുപോയത് മാത്രമല്ല, നമ്മുടെ ആൾക്കാരെ സ്ലേവായിട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് നിന്ന് ലണ്ടനിൽ ഇത്രയും കൂടുതൽ ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും അവിടെ ഉള്ളത്. ഫ്രാൻസിൽ, കാനഡ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഈ ഭാഗത്തൊക്കെ നമ്മളവിടെ എത്തിക്കൂടിയത് തന്നെ എന്ത് കാരണം എന്നറിയോ? നമ്മളെ സ്ലേവ്സായിട്ട് കൊണ്ടുപോയത് അവർ. പിന്നെ അവിടെ നമ്മൾ കൂടി. ഇന്ന് നമ്മുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ അത് അവർക്കൊരു വേദന, അവർക്ക് പ്രശ്നങ്ങൾ. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മാതിരത്തെ ആൾക്കാർ നമ്മളുടെ രാജ്യത്തിനെ താഴ്ത്തി കാണിക്കുക. കാരണം നിങ്ങൾ അവരുടെ ഒപ്പം കൂടി. കാരണം അവരുടെ സിവിക് സെൻസേ നിങ്ങൾക്കിപ്പോൾ കാണുന്നുള്ളൂ. നമ്മൾ അനുഭവിച്ചതും ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം, അത് നമ്മളുടെ ഈ പഴയ ആൾക്കാരുണ്ടാക്കിയ സിവിക് സെൻസും വെച്ചിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സും കാരണമാണ് ഇന്ന് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കനേഡിയൻസിന് വേണ്ടിയിട്ട്. ശരിയാണ് ഭായ്, നമ്മുടെ നാട്ടുകാർക്ക് അത്രയും വിലയൊന്നുമില്ല. പക്ഷെ ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം നിങ്ങൾ ഈ നമ്മുടെ നാട്ടുകാരെ പറ്റിയിട്ട് ഇങ്ങനെ ഇത്രയും, അത് നമ്മുടെ നാടിനെ ഇത്രയും താഴ്ത്തി കാണിക്കുമ്പോൾ, സ്പെഷ്യലി ഇന്ത്യക്കാരനായിട്ട് ഒരു കനേഡിയൻ പാസ്പോർട്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു US പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയൊരാളായി എന്നുള്ളൊരു വിചാരം, ഞാനൊരു ഇംഗ്ലീഷുകാരനായി. എൻ്റെ ഭാഗം നിങ്ങളുടെ തൊലി കണ്ടാൽ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷുകാരനാവില്ല. അല്ലെങ്കിൽ ഒരു വെള്ളക്കാരൻ്റെ കെട്ടി ഒരു 5-6 ജനറേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് മാറും. സോ പ്ലീസ്, ഓൾ ഐ ഹാവ് ടു ടെൽ യു ദാറ്റ്, താഴ്ത്തി കാണിക്കല്ലേ നമ്മുടെ രാജ്യത്തിന്. എന്തായാലും ശരി, പാട്രിയോട്ടിസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ രാജ്യത്തിന്. മനസ്സിലായില്ലേ? നമ്മൾ ശരിയാണ് 10 കൊല്ലം പിന്നോട്ടുണ്ട്, എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇറ്റ്സ് എ വെരി ബിഗ് ഗ്രോയിങ് എക്കണോമി റൈറ്റ് നൗ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ അസ്. മനസ്സിലായല്ലേ? ഒന്നാമത്തെ നമ്മളുടെ കറപ്ഷനും ഇതൊക്കെ ഒരു ദിവസം വരും എല്ലാം ശരിയാവാൻ. ഇവരും ഇതുമാതിരി അല്ലായിരുന്നു ആദ്യം. ഇവരും പണ്ട് ഇഫ് യു സീ ദ ഹിസ്റ്ററി, അവരെങ്ങനെയായിരുന്നു, അവരുടെ സിവിക് സെൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾക്കും അറിയാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ. സോ വൺ റിക്വസ്റ്റ് ഐ ഹാവ് വിത്ത് ദീസ് പീപ്പിൾ ഈസ് ദാറ്റ് പ്ലീസ് ഡു നോട്ട് undervalue our people. Okay? That's all I have to tell you. നമ്മൾ ഈ ലേബേഴ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതും ഏത് രാജ്യത്ത് നമ്മൾ പോയാലും നമ്മുടെ ഇന്ത്യക്കാരും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലേബറായിട്ട് ജോലി ചെയ്യണം. ഞാനിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. അവിടെ ഒരാളെ കണ്ടില്ലേ, കച്ചറ എടുക്കുന്ന ആൾ. എവിടുത്തുകാരനത്? അല്ല ഇംഗ്ലീഷുകാരനാണോ? അല്ല. ഇതെവിടെ കൺസ്ട്രക്ഷൻ നടക്കണ കണ്ടില്ലേ? ഈ കൺസ്ട്രക്ഷൻ നടക്കണത് എത്ര ഇംഗ്ലീഷുകാരുണ്ട് ഒന്ന് പറ നിങ്ങൾ. ഫുൾ ബ്ലൂ കളർ ഓവറോൾ ഇട്ടിട്ട് ഈ ചൂടത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണത് ഇവിടെ. ഇതെല്ലാവരും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാരും ബംഗാളികളും ഫിലിപ്പീനുകൾ വരെ കാണൂല്ലോ നിങ്ങൾക്ക് ഇതിൽ കണ്ട. കാരണം അവർക്ക് ചൂടെടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാരാബ്ധ ആൾക്കുള്ളത് അതും ഇതിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. നമ്മുടെ മലയാളികൾ വരെ കുറവാണ്. ഇപ്പോഴായി പിന്നെ കർണാടകയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇല്ലിട്രസി റേറ്റ് നമ്മുടെ നാട്ടിൽ കൂടുതലാണ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ. കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിൽ കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഈറ്റാങ്ങൾക്ക് ആ സിവിക് സെൻസ് ഇല്ല.
നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ഒരു ജോലിയാണ് അത് പഠിപ്പിക്കുന്നത്. അത് സ്ലോലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ശരി, ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ആയി തുടങ്ങി ആൾക്കാർക്ക് സമയമെടുക്കും. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യലി സമയമെടുക്കും. ഫിലിപ്പീൻസിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഇത് വീഡിയോ ഞാൻ കണ്ടു. ഫിലിപ്പീൻസിലുകാരെ അവർ എന്താണ് പറയുക, കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെ. അയ്യോ ബായ്, ഫിലിപ്പീൻസിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇത്രയും കച്ചറായിട്ടുള്ള സ്ഥലം. അപ്പോൾ എല്ലാ ഫിലിപ്പീനികളും അങ്ങനെയല്ല, എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കരുത് ഇങ്ങനത്തെ വീഡിയോ. നമ്മളെ ആൾക്കാരെ തഴം താഴ്ത്തിയിട്ട് നമ്മുടെ ആൾക്കാരനെ കാണിക്കുന്നത് പറഞ്ഞാൽ വളരെ തെറ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, സമയം 7 മണിയാവാറായി. എൻ്റെ വർക്കൗട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആംനസ്റ്റി പ്ലീസ്, എത്ര ആൾക്കാർ പോകാൻ പറ്റുന്ന ഇവിടുന്ന് പോവുക. നമ്മുടെ രാജ്യമല്ല, അതൊന്ന് റെഗുലറൈസ് ചെയ്യുക, പിന്നെ ഒരു പേടിയില്ലാണ്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കാര്യത്തെ അപ്ഡേറ്റിനെ പറ്റി പറയാണ്. ഇന്ന് ഞാൻ അവൻ്റെ ഓഫീസിൽ ചെന്നിരിക്കും. ഞാൻ പറയുമ്പോൾ എനിക്ക് പറ്റണില്ല, ഇനി 2 ദിവസം കൂടി ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു കേസ് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ അത് 4-5 ദിവസം അല്ലെങ്കിൽ 3 ദിവസമോ 5 ദിവസം എങ്ങാണ്ട് എടുക്കും സിസ്റ്റത്തിൽ നിന്ന് പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആംനസ്റ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഞാൻ അവൻ്റെ തലയിലിരിക്കും, അവൻ്റെ ഓഫീസിൽ വന്നിട്ട്. അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഇപ്പോൾ ഇത് 3ാമത്തെ മാസം. ആക്ച്വലി നിങ്ങൾ 2 മാസം എന്നാണ് പറഞ്ഞത്. ജൂണിൽ എൻ്റെ വൈഫ് പോയത്, വൈഫും മോനും. അപ്പോൾ ജൂൺ 1-ാം തീയതി, ജൂൺ 1 മുതൽ 30-ാം തീയതി വരെ 1 മാസമായി. ജൂലൈ 1, 30, 31, 2, പിന്നെ ഓഗസ്റ്റും കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ ആവാറായി. ഇപ്പോൾ 4ാമത്തെ മാസം തുടങ്ങാറായി. 3 മാസം കഴിഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പൈസയും കഴിഞ്ഞുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന സേവിങ് ഉണ്ടായിരുന്ന ഈ 3 മാസം തന്നെ എൻ്റെ പൈസയും കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു വഴിയില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. സോറി എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, വേറെ ഞാനീ പറഞ്ഞില്ല, എനിക്ക് ഈ സിവിക് സെൻസിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ, പിന്നെ നമ്മളെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന കനഡിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. ഒന്നാമത്തെ അവിടുത്തെ ലോ ഡിഫറെൻറ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ വഴിയിലും വന്നിട്ട് ഇങ്ങനെ കുറേ ഇതൊക്കെ ചെയ്യണതും ഹർത്താലൊക്കെ ചെയ്യണതും മറ്റും മറിച്ചൊക്കെ. ദുബായിലത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അവിടെയും ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി ആയതുകൊണ്ട് ആൾക്കാർക്ക് ചെയ്യാം. പിന്നെ അത് അവിടെ അവർ തന്നെ നമുക്ക് സിറ്റിസൺഷിപ്പും അതൊക്കെ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവരുടെ ആൾക്കാരും ചെയ്യേണ്ടവരുണ്ട്. ലണ്ടനിൽ കണ്ടില്ല, ഇപ്പോൾ വെള്ളക്കാരല്ലേ ചെയ്യണത് അത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെള്ളക്കാരും ചെയ്യണ്ടല്ലോ. വെള്ളക്കാരെ അടിച്ച് പൊളിക്കണല്ല അതും. എല്ലാ ഷോപ്പൊക്കെ അടിച്ച് പൊളിച്ച്, ഇന്ത്യക്കാരുടെ ഷോപ്പും ബംഗാളികളുടെയും പാകിസ്ഥാനികളൊക്കെ ഷോപ്പൊക്കെ അടിച്ച് പൊളിച്ച് അവർ സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോവാണ്. എത്ര അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറ നിങ്ങൾ. എന്താ വെള്ളക്കാർ ചെയ്യണില്ലേ? നമ്മുടെ ആൾക്കാർ ഹർത്താൽ ചെയ്യണുള്ളൂ. എന്തെങ്കിലും പൊട്ടിച്ചോ തകർത്തിയോ? ഇല്ല. അവിടെ പഞ്ചാബികൾ ചെയ്യുന്നുണ്ട്. കാരണം അവർ അത്രയും പൈസ ചിലവാക്കിയിട്ട് അവിടെ വന്നത്. നിങ്ങളുടെ മാതിരി തന്നെ അവരും പൈസ ചിലവാക്കി വന്നു. നിങ്ങളെ കൊണ്ട് പറ്റില്ല അത് ചെയ്യാൻ. പിന്നെ അവരുടെ സിറ്റിസൺഷിപ്പും ഉണ്ട് അവർക്ക്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഈ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞ ആൾക്കാർ, ഈ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന്മാർ അവിടെ എത്തിച്ചേരുന്നത്. എത്ര ആൾക്കാർ, എന്ത് സ്റ്റുഡൻറ്റ് 30 വയസ്സായാലും 35 വയസ്സായാലും സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ ഒരു 5-6 വയസ്സ് കഴിഞ്ഞാൽ, 5-6 കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ നേരെ കനേഡിയനാവാൻ നോക്കും. ഇതൊക്കെ പ്രശ്നങ്ങൾ, അത് അവർക്കും അറിയാം. അപ്പോൾ അവർ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ബൈ പ്ലീസ്, നമ്മുടെ നാട്ടിനെ പ്ലീസ്, ഇന്ത്യനെ ചെറുതാക്കി കാണിക്കല്ലേ. ഒരു ചെറിയ റിക്വസ്റ്റ് അത്.